ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി കേരളത്തിന് ഞങ്ങൾക്ക് അഭിമാനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? എൻ്റെ KPCC പ്രസിഡന്റ് ഞാൻ പരാതി കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടല്ലേ? നേരെ മറിച്ച് വേറൊരു മുഖ്യമന്ത്രി ആണെങ്കിൽ, കഴിഞ്ഞ അരുൺകുമാറിൻ്റെ മുഖ്യമന്ത്രി ആണെങ്കിൽ, അരുൺകുമാറിന് ഇത് എൻ്റെ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നാൽ അരുൺകുമാറിന്റെ തല കാണില്ല. 51 വെട്ടി അരുൺകുമാർ ഇന്ന് ജീവനുണ്ടാവില്ല. PM നിയാസ് വലിയ ആരോപണമാണ്. ഇത് കോൺഗ്രസിലെ ചക്രവർത്തി പോരാട്ടമാണ്. VD സതീശനെതിരെ ഉള്ള KC വേണുഗോപാൽ ഗ്രൂപ്പിന്റെ നീക്കമാണ് എന്ന ആരോപണം ഇതിനോടൊക്കെ തന്നെ രാഷ്ട്രീയ ഉപശാലകളിലുണ്ട്. മര്യാദയ്ക്ക് അദ്ദേഹത്തെ ഭരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന ചോദ്യം, ക്യാബിനറ്റ് എടുത്ത തീരുമാനം പിൻവലിക്കുകയാണ് എങ്കിൽ, ക്യാബിനറ്റ് തീരുമാനിക്കുന്നു, പിൻവലിക്കുന്നു, ഓരോ പദവികൾ തീരുമാനിക്കുന്നു, പിൻവലിക്കുന്നു, U-ടേൺ എന്ന ആരോപണം വരും. ആരോപണമല്ല, അങ്ങനെയുള്ള കാര്യം വരും. അപ്പോൾ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത വീക്കായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്ന പ്രതിച്ഛായ കൂടി അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുക്കണമെന്നുണ്ടോ? നോക്കൂ അഭിലാഷ്, അങ്ങനെയല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങളുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ജനകീയനായി വന്ന മുഖ്യമന്ത്രിയാണ്. ലക്ഷോപലക്ഷം കോൺഗ്രസ്സുകാരുടെയും UDFകാരുടെയും ഇഷ്ടപ്പെട്ട നേതാവായാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. അവിടെ വിചാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഇപ്പോഴല്ല, അദ്ദേഹം ആദ്യം തെരഞ്ഞെടുപ്പ് വന്ന് അധികാരമേൽക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറ്റ് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന തെറ്റുകൾ അത് പത്രപ്രവർത്തകർ നിങ്ങൾക്ക് പറയാം, കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കോ UDFിൻ്റെ പ്രവർത്തകർക്കോ പുറത്തുള്ള ആർക്ക് വേണമെങ്കിലും പറയാം. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പരിശോധിച്ച് അതിൽ വസ്തുതകളുണ്ടെങ്കിൽ ഞാൻ തിരുത്തും. അത് നിങ്ങൾ U-ടേൺ എന്നോ കഴിവില്ലാത്തവനെന്നോ വാക്കിന് സ്ഥിരതയില്ലാത്തവനോ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോ, പക്ഷേ ഞാൻ നീതി നടപ്പാക്കും എന്ന് പറഞ്ഞ് ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി കേരളത്തിന് ഞങ്ങൾക്ക് അഭിമാനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? എൻ്റെ KPCC പ്രസിഡന്റ് ഞാൻ പരാതി കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടല്ലേ? നേരെ മറിച്ച് വേറൊരു മുഖ്യമന്ത്രി ആണെങ്കിൽ, കഴിഞ്ഞ അരുൺകുമാറിൻ്റെ മുഖ്യമന്ത്രി ആണെങ്കിൽ, അരുൺകുമാറിന് ഇത് എൻ്റെ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നാൽ അരുൺകുമാറിന്റെ തല കാണില്ല. 51 വെട്ടി അരുൺകുമാർ ഇന്ന് ജീവനുണ്ടാവില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ കാര്യങ്ങൾ നിയാസ് പറയുന്ന കാര്യങ്ങളിൽ പരിശോധിക്കാൻ അദ്ദേഹം ഇരുന്നു. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ബുധനാഴ്ച തീരുമാനമെടുത്തിട്ടും ഇതുവരെ തീരുമാനമെടുക്കാതെ നടപ്പിലാക്കാതെ അദ്ദേഹം പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. അങ്ങനെ തീരുമാനിക്കാൻ കഴിയുന്ന കേരളത്തിലെ, പിന്നെ അതിന് അങ്ങനെ നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ അരമണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഉല്ലാസ് ബാബുവിന്റെ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ഉല്ലാസ് ബാബുവിന് തിരിച്ചു പറഞ്ഞാൽ ഉല്ലാസ് ബാബുവിന് ജീവൻ ഉണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഉല്ലാസിന് ഇങ്ങനെ പറയാനുള്ള ധൈര്യം ആലോചിക്കാൻ പോലും പറ്റില്ല. അതാണ് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ മുഖ്യമന്ത്രി അതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇക്കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഞാൻ അതുകൊണ്ട് പറയുന്നത്, ഞങ്ങൾ ഇക്കാര്യത്തിൽ അങ്ങനെ തമ്മിലുള്ള അഭിപ്രായ കാര്യങ്ങളില്ല. ഞങ്ങളുടെ നേതാവാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ നേതാവാണ് കേരളത്തിലെ KPCC പ്രസിഡന്റ്. ഞങ്ങൾ ഇക്കാര്യത്തിൽ അവർ രണ്ടുപേരും ആലോചിച്ച് കൃത്യമായ ഘടകകക്ഷികളുമായി ആലോചിച്ച് കൃത്യമായ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ജനാധിപത്യ പദം എന്തായിരുന്നു ശിവലാസ് ബാബുവിന്റെ ചോദ്യം? ഒരൊറ്റ ചോദ്യം, ബഹുമാനായിട്ടുള്ള നിയാസ്, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ ഇന്ന് കൊടുത്ത KPCC പ്രസിഡന്റിന് കൊടുത്ത പരാതി ഉണ്ടല്ലോ, ആ KPCC പ്രസിഡന്റ് കേരളത്തിലെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഈ സർക്കാർ എടുത്ത തീരുമാനത്തിൽ KPCC പ്രസിഡന്റ് കേരളത്തിൽ ഉണ്ടായിരുന്നോ? ഈ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നോ? പറ. അപ്പൊ നിങ്ങൾ ആ പരാതി എവിടെ കൊണ്ടുകൊടുത്തേ? എന്റെ കത്ത് നിങ്ങൾ വായിച്ചു നോക്കണം. എന്റെ കത്ത് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. എന്റെ ഉല്ലാസ് ബാബു ചോദിച്ചിട്ട് ഞാൻ വഴങ്ങിയല്ലോ, ഞാൻ മറുപടി പറയട്ടെ. ഞാൻ അത് പറഞ്ഞു, ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ താങ്കൾ ഉൾപ്പെടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു എന്നത് എനിക്ക് ഏറ്റവും വേദനാജനകമാണ് എന്നാണ് എൻ്റെ കത്തിൽ ഞാൻ എഴുതിയത്. അത് നിങ്ങൾ അങ്ങനെ പറയാൻ ഞങ്ങളുടെ പാർട്ടിക്കല്ലേ പറ്റൂ. അരുൺകുമാറിന്റെ പാർട്ടിയിൽ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അരുൺകുമാർ ജീവനോടെ ഉണ്ടാവില്ല. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സൗന്ദര്യം. അല്ല, അത് സൗന്ദര്യത്തിന്റെ കാര്യം നല്ലത്. പക്ഷെ ഒരൊറ്റ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഞാൻ അഭിമാനിക്കുകയാണ്. അല്ല, ഈ താങ്കൾ പറയുന്ന BJP ബന്ധമുള്ള BJPയുടെ ജുഡീഷ്യൽ എക്കോ സിസ്റ്റത്തെ നയിച്ചുകൊണ്ടിരുന്ന ആളെ കൃത്യമായിട്ട് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ഈ തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്തേക്ക് അവരോധിച്ചത് ആരാണ്? ഔട്ട് ഓഫ് അജണ്ടയായി എങ്ങനെയാണ് മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വന്നത്? ആരുടെ നോമിനിയാണ് ശേഷാദ്രിനാഥൻ എന്നുള്ളതാണല്ലോ ചോദ്യം. ലീഗിന്റെ അല്ല എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ആരുടെ നോമിനിയാണ് അദ്ദേഹം?
അഭിലാഷേ, എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് അറിയില്ല. ഞാൻ അക്കാര്യത്തെക്കുറിച്ച് പാർട്ടി പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു തെറ്റായ തീരുമാനമാണെങ്കിൽ ഞങ്ങൾ ഇതിനെക്കാട്ടും പ്രധാനപ്പെട്ട തീരുമാനമില്ലേ ദേവസ്വം ബോർഡിലെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ, ഞങ്ങൾ രായ്ക്ക് മാറ്റിയില്ലേ, ഞങ്ങൾ ഇതും പരിശോധിച്ച് മാറ്റും. ദേവസ്വം ബോർഡിലെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പോലെയുള്ള ഒരു പദവി അല്ലല്ലോ പാർട്ടി തീരുമാനിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞത് കുറെ കൂടി ഉയർന്ന ഒരു പദവിയാണ്, അതൊരു ഭരണഘടനാ പദവിയാണ്. ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയെ നീക്കേണ്ട അതേ പ്രൊസീജിയർ നടത്തണം. അതൊരു ഹൈ പബ്ലിക് ഓഫീസാണ്, ഹൈ പബ്ലിക് ഓഫീസാണ്. അപ്പൊ അവിടേക്ക് അങ്ങനെ കാഷ്വൽ ആയിട്ട് തീരുമാനം എടുക്കില്ലല്ലോ, ആലോചിക്കാതെ തീരുമാനം എടുക്കും. ഒരു മിനിറ്റ് മന്ത്രിസഭാ യോഗം കൂടി കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ നടപ്പിലാക്കേണ്ടതാണ് മന്ത്രിസഭാ യോഗ തീരുമാനം. എന്തുകൊണ്ടാണ് ഒരാഴ്ചയായിട്ടും തീരുമാനിക്കാത്തത്? ഞങ്ങളതിനൊരു പരാതി പറഞ്ഞതുകൊണ്ടാണ്. ആ പരാതി പരിശോധിച്ച് അത് പരാതിയിൽ കഴമ്പില്ലെങ്കിൽ അത് നിയമനമായി മുന്നോട്ട് പോകും, കഴമ്പുണ്ടെങ്കിൽ അതിൽ തീരുമാനം മാറ്റമുണ്ടാകും. ഇതാണ് ജനാധിപത്യം. ഇത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. നേരെ മറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ BJP-യുടെ സർക്കാരും കഴിഞ്ഞ പിണറായിയുടെ സർക്കാരും കുറൊക്കെ പട്ട് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത്രയും പ്രധാനപ്പെട്ട ഒരു പബ്ലിക് ഓഫീസിലേക്കുള്ള മാറിയിരിക്കുന്നത്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു പബ്ലിക് ഓഫീസിലേക്കുള്ള നിയമനത്തിന്റെ കാര്യത്തിലെ കണ്ടെത്തൽ അത് വളരെ കാഷ്വൽ ആയിട്ട് നടത്തേണ്ടതാണോ? അങ്ങനെ അബദ്ധം പറ്റും, താങ്കൾ പറഞ്ഞ അബദ്ധം പറ്റിയതായിരിക്കും, തെറ്റ് പറ്റിയതായിരിക്കും എന്നൊക്കെയാണ്. അങ്ങനെ തെറ്റ് പറ്റുമോ? അങ്ങനെയൊക്കെയാണോ ഒരാളെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയി തെരഞ്ഞെടുക്കുന്നത്? അങ്ങനെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ആരെങ്കിലും ഒരാൾ വരട്ടെ എന്ന മട്ടിലാണോ? അല്ലല്ലോ, ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ. അങ്ങനെ ലാഘവ ബുദ്ധിയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംവിധാനത്തിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണയും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ വല്ല സാഹചര്യം ഇത് ഔട്ട് ഓഫ് അജണ്ടയായി വന്നതുകൊണ്ട് നമുക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കാനോ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിജിലൻസും അദ്ദേഹത്തെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഒന്നും പരിശോധിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് പരിശോധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പാർട്ടി ആവശ്യപ്പെട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് ആവശ്യമായ നടപടികളെടുക്കും. അതിന് ഞങ്ങൾക്ക് പരാതിയില്ല. ഇങ്ങനെ ഞങ്ങളുടെ കൃത്യതയോടുകൂടി ചെയ്യാൻ കഴിയുന്ന ഒരു നിഷ്പക്ഷനായ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വരണമെന്ന് ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്നു എന്നത് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കരുൺകുമാറിനോട് ഉല്ലാസ് ബാബുവിനോട് പറയാൻ, ഞാൻ നേരത്തെ ഏറ്റെടുത്ത മറ്റൊരു ചർച്ച ഉള്ളത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി എന്ന് പറയാൻ എൻ്റെ പ്രിയപ്പെട്ട N. ശ്രീകുമാർ ഈ ചർച്ചയിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം കൂടി എനിക്ക് കൂടി ബാധകമാണെന്നുള്ളത് എന്നെ പോകാൻ കൂടി അനുവദിക്കണം. തീർച്ചയായിട്ടും എനിക്കൊരു ഇടവേള എടുക്കണം. താങ്കൾ 8 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, താങ്കൾ പൊക്കോളൂ. മറ്റുള്ളവരിലേക്ക് ഞാൻ വരാം.